തൃശൂർ ചാലക്കുടിയിൽ അനസ്തേഷ്യയെ തുടർന്ന് യുവാവ് മരിച്ചതിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. സിനീഷിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പ് നൽകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. അനസ്തേഷ്യ കൊടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവന് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ അവന് ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞു പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയപ്പോൾ വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളുടെ ബന്ധുക്കൾ ഒരാളെ പോലും കയറ്റാണ്ടാണ് അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മീൻസ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ രോഗിയുടെ നില വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. ഹാർട്ട് ബീറ്റ് വളരെയധികം കുറഞ്ഞു പോയി, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിന്നു പോയെന്നാണ് അവിടുത്തെ ഡോക്ടറുടെ റിസൾട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ തികഞ്ഞ അനാസ്ഥ മൂലം തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ അനസ്തേഷ്യ നൽകുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ലേ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നില്ല. കുടുംബാംഗങ്ങൾ വലിയ പ്രതിഷേധവും ദുഃഖവുമാണ് രേഖപ്പെടുത്തുന്നത്. സനീഷിൻ്റെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അല്പസമയങ്ങൾക്ക് മുൻപാണ് കയറ്റിയത്. ജില്ലാ കളക്ടറോ DMO നേരിട്ടെത്തി ഈ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരു അന്വേഷണം നടത്താതെ യാതൊരു തരത്തിലും ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കളക്ടറോ DMO എത്താതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല. ഒരു 34 വയസ്സുകാരനായ സനീഷ് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു, കുടുംബനാഥനായിരുന്നു. 2 പെൺകുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിന് എല്ലാ നിലയിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന യുവാവിൻ്റെ മരണം ഈ പ്രദേശവാസികളെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട്. ഈ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്കായി എത്തുന്നത്. തിരിച്ച് മൃതദേഹമായിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും പിഴവ് തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ ഉറച്ചു പറയുന്നത്. അക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. പോലീസ് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്നുള്ളൊരാവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് മുന്നോടിയായി ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് സമഗ്രമായൊരു അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അല്പസമയങ്ങൾക്ക് മുൻപാണ് സനീഷിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെത്തിയത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ ഈ തീരുമാനങ്ങൾക്ക് ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ളൊരു നിലപാടാണുള്ളത്. സനീഷിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. ഏതായാലും CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ള നേതാക്കൾ ഇവിടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി മറ്റും എത്തിയിട്ടുണ്ട്. ഇവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആശുപത്രിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വയിപ്പിച്ച് ഈ വിഷയത്തിലൊരു പരിഹാരമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് CPM നേതാക്കളടക്കം എത്തിയിട്ടുള്ളത്. ഏതായാലും യുവാവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഈ ആശുപത്രി മോർച്ചറിക്ക് സമീപം നിലനിൽക്കുന്നത്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്ന്.